നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ എനിക്ക് ചിന്തിക്കാനാവില്ല പെണ്ണെ. ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന നാഗദൈവങ്ങളെ മുഴുവൻ ഞാൻ വിളിച്ച് യാചിച്ചത് നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കണേന്നാ. പ്ലീസ് നിധി, എന്റെ മരണം എന്നൊരു വാക്കുപോലും ഇനി എന്നോട് പറഞ്ഞു പോരുത്. ആ, അതെനിക്ക് താങ്ങാവുന്നല്ലോ അപ്പുറം. ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. എന്റെ ഗൗതമനെ എനിക്കറിയില്ലേ. ഗൗതമനെ വിട്ടു പോവാൻ ഈ ജന്മം എനിക്ക് പറ്റൂ. എനിക്കറിയാം ഞാനില്ലെങ്കിൽ ഈ ഗൗതം ഇല്ലെന്ന്. ഐ ലവ് യു ഗൗതം. എന്തൊക്കെയായിരുന്നു അണലി സുരേന്ദ്രൻ, മൂർഖം പാമ്പ്. ഇപ്പത്തെ എല്ലാം സ്വാഹ. പൊതുദർശനമൊന്നും വേണ്ട. ഡെഡ് ബോഡി നേരെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞതാ. ആന്റി കേക്കൂല. നേരെ ഈശ്വരമംഗലത്തേക്ക്. പിന്നെ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മുന്നിൽ പൊതുദർശനം. ഗൗതമിന്റെ കരച്ചില്, എന്റെ വക ആശ്വസിപ്പിക്കല്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നങ്ങൾ. ഒന്ന് നിർത്തുന്നുണ്ടോ ശിവാനി നീ? ഞാൻ പറഞ്ഞതിലേ ഉള്ളൂ കുഴപ്പം. പ്ലാനിങ് എല്ലാം ചീറ്റിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്ന ഈ നീയും പ്ലാൻ ചെയ്ത സമയത്ത് മഹത്തായ ഐഡിയ എന്നാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞത്. എന്താ അപ്പോഴേ നിനക്ക് പറഞ്ഞൂടായിരുന്നോ ഇത് ഏൽക്കില്ലെന്ന്? അത് പിന്നെ ഞാൻ അറിഞ്ഞോ വിഷസർപ്പത്തിന് പോലും അവളെ വേണ്ടെന്ന്. ആന്റി സൂക്ഷിക്കണം. അണലി സുരേന്ദ്രൻ തുറന്നു വിട്ട ആ പാമ്പ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. അത് നിധിയെ കണ്ട് പേടിച്ച് ഈ ജില്ല തന്നെ വിട്ട് പോയി കാണും. എന്നാലും ആ പാമ്പ് ഇതെന്ത് പരിപാടിയാ കാണിച്ചേ? അവളുടെ അരികെ വരെ ചെന്നിട്ട് കടിക്കാതെ എങ്ങ് പോയി കളഞ്ഞു. അല്ല ആന്റി എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ ഗതി. എടിയൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നീ? ഞാൻ പോയേക്കാം. ആ പഴയ ഭക്തിയുടെ ലൈൻ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. എന്തിനാ വെറുതെ സർപ്പദോഷമൊക്കെ വാങ്ങിച്ചു വെക്കണേ? ആന്റി വരുന്നെങ്കിൽ വാ, എന്റെ കൂടെ കൂടാം. രാവിലെ മാലയ്ക്ക് കിട്ടുന്നേ അമ്പലത്തിൽ പോകുന്നുണ്ടോ? ആ പടിഞ്ഞാറെ മാടങ്കാവില് പോയി ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കാന്ന് കരുതി. അമ്മ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിലേ ഞാനും കൂടെ വന്നേനല്ലോ. ഇനി സമയമുണ്ടല്ലോ, നീ പോയി കുളിച്ച് റെഡി ആയിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഓ പിന്നെ ഇനിയിപ്പൊ എനിക്കൊന്നും വയ്യ. വെപ്രളം പിടിച്ച് കുളിച്ചാലേ ശരിയാവൂല. നിനക്ക് വരാൻ വയ്യെങ്കി അതങ്ങ് പറഞ്ഞാ മതിയല്ലോ. അതിന് ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കാ അവള്. കാരണം കണ്ടുപിടിച്ചൊന്നല്ല. പിന്നെ ഇന്നലെ രാത്രി എത്ര നേരം എന്റെ അടുത്തിരുന്ന് അമ്മ സംസാരിച്ചതാ. അമ്മയ്ക്ക് ഒന്നും പറയാറുന്നല്ലോ രാവിലെ ശിവക്ഷേത്രത്തിൽ പോകുന്ന. അത് ഞാനിത് ഇന്നലെ തീരുമാനിച്ച കാര്യമല്ലല്ലോ. ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോ ഞാൻ നിധിമോളെ സ്വപ്നം കണ്ടു. അവൾക്കെന്തോ അപകടം പറ്റിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാന്ന് തീരുമാനിച്ചത്. സ്വപ്നം കണ്ടത് നിധിമോളെ ആണെങ്കിലും ചവിട്ട് കൊണ്ട് തന്നെ നടുവിനാ. അയ്യോ, അത് ഞാൻ ഗോപേട്ടിനെ ചവിട്ടിയതൊന്നുമല്ല, പാമ്പിനെ കാലുകൊണ്ട് തട്ടി എറിഞ്ഞതാ. എന്തായാലും അത് വല്ലാത്തൊരു തട്ടിയെറിയലായിപ്പോയി. അയ്യോ, അമ്മ പാമ്പിനാണ് സ്വപ്നം കണ്ടത്? അതേന്നേ, ഞാനും നിധിമോളും കൂടി ഒരുമിച്ച് കിടന്ന് ഉറങ്ങായിരുന്നു. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോഴേ മോളുടെ കാലിൽ കൂടി ഒരു പാമ്പ് അഴിഞ്ഞു കയറുന്നു. അത് കൊത്താനായി പത്തി ഉയർത്തിയതും ഞാൻ കാലം മുടക്കി ഒരു തട്ട് കൊടുത്തു. അല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? പിന്നെ സ്വപ്നത്തിൽ പാമ്പ് കടിച്ച് മരിച്ചുപോയവർ എത്ര പേരാന്നറിയോ? വെറുതെ കളിയാക്കണ്ട. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ വരാൻ പോകുന്ന അപകടങ്ങളുടെ സൂചനയാണെന്നാ പറയുന്നത്. എന്തായാലും
ശിവൻ ഒരു മുൻവിളക്കും പിൻവിളക്കും നിധിമോളുടെ പേരിലൊരു മൃത്യുഞ്ജയ ഹോമവും നടത്തണം. പുലിപ്പാറയിൽ അമ്മായിയമ്മ മരുമകൻ ഗൗതമിന് വേണ്ടി പൂജ നടത്തുന്നു. ഇവിടുത്തെ അമ്മായിയമ്മ മരുമകളും നിധിക്ക് വേണ്ടി പൂജ നടത്തുന്നു. വന്ന് നമുക്ക് പൂജ ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേ? ഈശ്വരന്മാരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമേ ഉള്ളേ. എന്റെ പ്രാർത്ഥന ക്യൂവിൽ നിർത്താതെ എത്രയും പെട്ടെന്നൊന്ന് മുൻഗണനയ്ക്ക് എടുക്കണേ. പ്രണവേണ്ട ഈ പ്രാർത്ഥന ദൈവത്തോടൊന്നുമല്ല, നിങ്ങളോടാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ക്യൂവിൽ നിർത്താതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണേ എന്നാണ് ഈ പറയാതെ പറഞ്ഞത്. അവളൊരു കണ്ടുപിടുത്തം. പോയാട്ടൊരു ചായ എടുത്തോടാ ചെല. ചായയൊക്കെ കൊണ്ടുതരാനേ ഒരാളെ കണ്ടുപിടിക്കുന്ന കാര്യം തന്നെ ഞാനും പറഞ്ഞത്. പെട്ടെന്നൊരു തീരുമാനം എടുത്തോണം. എന്നും ഞാനുണ്ടായിരുന്നു വരില്ല. യാമിനി പറഞ്ഞതിലും കാര്യമുണ്ടടാ. ഇന്നലെ നിന്റെ കാര്യത്തെക്കുറിച്ച് ഞാനും അച്ഛനും സംസാരിച്ചതേ ഉള്ളൂ. എന്ത് കാര്യം? ഉരുണ്ട് കളിക്കണ്ട. എന്തായാലും ഗൗതവും നിധിമോളും പൂജ കഴിഞ്ഞൊന്നിങ്ങ് വന്നോട്ടെ. നിന്റെ പ്രാർത്ഥന അടിയന്തരമായി ഞങ്ങൾ പരിഗണിക്കാൻ പോവാ. എത്രയും പെട്ടെന്ന് നിനക്ക് ചായ എടുത്തു തരാൻ ഞങ്ങളൊരാളിനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. വേണ്ട, എന്റെ ചായ ഞാൻ തന്നെ പോയെടുത്ത് കുടിച്ചോളാം കേട്ടാ. ആ ഭാഗത്തുനിന്ന് കെട്ടിത്തുടങ്ങിക്കും. നാഗപഞ്ചമി ചടങ്ങിന് ഈ ദിനത്തില് നാഗങ്ങൾക്ക് പൂജ നടത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരു നാഗപ്രീതി ഇല്ലെന്നാ വിശ്വാസം. കാളിയന്റെ അഹങ്കാരം നശിപ്പിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ കീഴടക്കിയതിന്റെ ദിനമാണ് നാഗപഞ്ചമി എന്ന് വിശ്വാസമുണ്ട്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ നാഗപഞ്ചമി എന്ന് പറഞ്ഞ വലിയ വിശേഷമാ. ഈ ആഘോഷവും ആചാരവും എല്ലാം നാഗപ്രീതിക്ക് വേണ്ടിയാണെന്ന് മാത്രമല്ല, നമ്മളുടെ ഉള്ളിലെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ കൂടിയുള്ളതാ. ഇന്ന് വൈകുന്നേരം നടക്കുന്ന നാഗപഞ്ചമി പൂജയിലും നാഗരു പൂജയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ച ജന്മജന്മാന്തരങ്ങളായുള്ള എല്ലാ നാഗശാപങ്ങളും പോയി കിട്ടുമെന്നതിൽ തർക്കമേയില്ല. പുള്ളുവമ്പാട്ടും സർപ്പംതുള്ളലും ഒക്കെ ഉണ്ടോ മുത്തശ്ശി? നാഗദൈവങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരു കുറവും വരുത്താറില്ലല്ലോ മോളെ. കുറെയൊക്കെ നിധി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു സംശയം കൊണ്ട് ചോദിക്കാം. ആ കാവില് നാഗങ്ങൾ വരും മുത്തശ്ശി? നാഗങ്ങള് നമുക്ക് ചുറ്റുമുണ്ട് മോനെ, പ്രത്യേകിച്ച് വരുന്നില്ലെന്നേ ഉള്ളൂ.